ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 1,30,00,000 രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടിയെന്ന ഇഡി പ്രധാന പ്രതികളുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. സ്വർണം ചെമ്പാക്കിയ രേഖയും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണവും ഇഡി പിടിച്ചെടുത്തു. ഇന്നലെ നടന്ന റെയ്ഡിലാണ് നടപടി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, നിർണായക രേഖകൾ, ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ വസ്തുവകകൾ ഇതാണ് ഇഡി അറിയിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, കടുത്ത നടപടിയിലേക്ക് ഇഡി നീങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ട പരിശോധന, ഇതിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ, ഇതിന്റെ ഒരു ഏകീകരണം നടന്നു വരികയായിരുന്നു. ഇതിനുശേഷമാണ് ഇഡി നടപടികളിലേക്ക് നീങ്ങിയ വിവരം ഇപ്പോൾ അവർ ഔദ്യോഗിക വാർത്താക്കുറിപ്പോടുകൂടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതനുസരിച്ചുകൊണ്ട് പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള 1,30,00,000 രൂപയുടെ മൂല്യമുള്ള 8 അസ്ഥിര വസ്തുക്കൾ അത് ഇപ്പോൾ മരവിപ്പിച്ചു എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വിവിധ ഈ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലടക്കം പല വസ്തുക്കളും തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ദുരൂഹതയുണർത്തുന്ന ഇടപാടുകളും സംശയങ്ങളും നിലനിൽക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ നിന്ന് 100 ഗ്രാം തൂക്കമുള്ള ഒരു സ്വർണ്ണ ബാർ ഇഡി പിടിച്ചെടുത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സ്വർണ്ണക്കട്ടികളടക്കം ഇതിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. മറ്റ് കാര്യങ്ങളിലടക്കമുള്ള പരിശോധനകൾ നടന്നു വരികയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത്, ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ നിന്ന് വിവിധങ്ങളായ രേഖകളടക്കം പിടിച്ചെടുത്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പല വസ്തുക്കളിൽ നിന്ന് സ്വർണം പൊതിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെമ്പ് താളുകളെന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചെമ്പ് വസ്തുക്കളാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തെറ്റായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇതിലെ ഏറ്റവും കുറ്റകൃത്യമാർന്ന ഗൂഢാലോചനയടക്കം ഉള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങനെ നിരവധിയായ രേഖകൾ കണ്ടെടുത്തിരിക്കുന്നു. സ്വകാര്യ ആഭരണ വ്യാപാരികളുടെ ഇൻവോയ്സുകളും പേയ്മെന്റ് രേഖകളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഡിജിറ്റൽ തെളിവുകളടക്കം പിടിച്ചെടുത്തിരിക്കുന്നു. ഈ രാസവസ്തുക്കൾ ഇതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന റീപ്ലേറ്റിംഗ് സംബന്ധിച്ച വാറന്റി സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇതിലുൾപ്പെടെയുള്ള വലിയ ശേഖരം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ കണ്ടെത്തലുകളിൽ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറെ നാളുകളായി 2019 മുതൽ 2025 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ആണ് ഇതിൽ കൂടുതൽ പരിശോധന നടക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള കൃത്രിമം നടന്നിരിക്കുന്നു എന്നതാണ്. പ്രധാനപ്പെട്ട പ്രതികളെല്ലാം തന്നെ ഇതിൽ ഗുരുതരമായ ഇടപെടലുകളടക്കം നടത്തിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ ലഭിച്ച സ്വർണവും അതോടൊപ്പം തന്നെ അനുബന്ധ ആസ്തികളും ഇതെല്ലാം തന്നെ പ്രതികൾ കൈവശം വയ്ക്കുകയും അതോടൊപ്പം തന്നെ വെച്ചുമാറുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ക്ഷേത്ര വഴിപാടുകളും ആചാരങ്ങളും സംബന്ധിച്ച ഈ വരുമാനങ്ങളുണ്ട്. അവിടെ നടന്നിരിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ വഴിപാടുകൾ കാര്യങ്ങളും ഇതിലെല്ലാം തന്നെ പണത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന പണങ്ങൾ ലഭിച്ചിരുന്ന പണം അത് മറ്റു വഴികളിലൂടെ ക്രമക്കേടുകളിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പല കാര്യങ്ങളിലുമുള്ള ഈ വഴിപാടുകളിലും കാര്യങ്ങളിലും ഗുണനിലവാരക്കുറവ് മൂലമുള്ള നഷ്ടങ്ങൾ ഇതെല്ലാം തന്നെ ഇതിന് നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിശദീകരണങ്ങൾ ഇതൊന്നും തന്നെ വ്യക്തമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്നതെല്ലാമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്, ഇഡിയുടെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ശബരിമലയിലും നടന്നിരിക്കുന്നത് എന്നത് അടിവരയിടുകയാണ് ഇഡിയുടെ ഈ റെയ്ഡും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലുമെല്ലാം തന്നെ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രതികളുടെ അടക്കമുള്ള ആസ്തി വസ്തുക്കളടക്കം മരവിപ്പിക്കുകയും ചെയ്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ശ്രീജ, ശരി. ഡാനി പോളാണ്. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻ ക്രമക്കേടാണ് ഇഡി കണ്ടെത്തിയത്. പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ ആണ് ഇപ്പോൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നതായി വിവരം ലഭിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ മറികടന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കോടതി നേരിട്ട് റിപ്പോർട്ട് തേടി. KP ശങ്കരദാസിന്റെ ആശുപത്രിയിലെ ചികിത്സ സംബന്ധിച്ചാണ് റിപ്പോർട്ട് തേടിയത്. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. ഈ മാസം 27-ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം.
ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ഒരു ഭാഗത്ത് നിലപാടുകൾ ശക്തമാക്കി, അന്വേഷണം ശക്തമാക്കി മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയിലും ഹൈക്കോടതി നിലപാടുകൾ കൂടുതൽ കർക്കശമാക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ വന്ന ജാമ്യാപേക്ഷകൾ എ പത്മകുമാറിനെയും അതോടൊപ്പം തന്നെ നാഗ ഗോവർദ്ധൻ്റെയും അതോടൊപ്പം മുരാരി ബാബുവിൻ്റെയും ജാമ്യാപേക്ഷകളാണ് ഇന്ന് ഹൈക്കോടതിയിൽ വന്നത്. പക്ഷേ ഈ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുക മാത്രമല്ല, വളരെ കർശനമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. എ പത്മകുമാറിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ, 3 പ്രതികൾക്കും ജാമ്യം അനുവദിക്കാൻ കഴിയില്ല. എ പത്മകുമാറിന്റെ കാര്യത്തിൽ ഇയാൾക്ക് വലിയ സ്വാധീന ശേഷിയുള്ള ഒരാളാണ്, മുൻ MLA ആണ്, ബോർഡ് മുൻ പ്രസിഡന്റാണ്. അപ്പോൾ വലിയ സ്വാധീന ശേഷിയുള്ള ഇങ്ങനെ ഒരാൾക്കൊന്നും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാനായിട്ട് സാധിക്കുകയില്ല. ശബരിമലയിൽ നടന്നത് ഏതാണ്ട് കൂട്ടക്കവർച്ചയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ നിഗമനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഏതാണ്ട് 4 കിലോ 147 ഗ്രാം സ്വർണ്ണമാണ് അപഹരിക്കപ്പെട്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സ്വർണ്ണമെല്ലാം എവിടെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ വിശദമായ ഒരു അന്വേഷണം ഈ ഘട്ടത്തിലെല്ലാം തന്നെ നടക്കുകയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇവർക്കൊന്നും ജാമ്യം അനുവദിക്കാൻ കഴിയുകയില്ല എന്ന കർക്കശമായ നിലപാടാണ് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ സ്വീകരിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെയും ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രതിയായ KP ശങ്കരദാസിന്റെ ആരോഗ്യകാര്യം സംബന്ധിച്ച് ഹൈക്കോടതി ഇന്ന് പ്രത്യേകം ആരാഞ്ഞിരുന്നു. അത് പ്രത്യേക അന്വേഷണ സംഘത്തെ മറികടന്നുകൊണ്ടാണ് ജയിൽ ആശുപത്രി സൂപ്രണ്ടിനോട് ഇതിൽ വ്യക്തത തേടിയിരിക്കുന്നത്. ഇതിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് എന്താണ് അസുഖമെന്നത് വ്യക്തമാക്കണം, ഇദ്ദേഹത്തിന് കഴിയുമെങ്കിൽ ജയിലിൽ ചികിത്സ നൽകാനുള്ള സംവിധാനം ഒരുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ മാസം 27-നകം ഇക്കാര്യത്തിലെല്ലാം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. മറ്റു പ്രതികളെ പോലെ മാത്രമേ ശങ്കരദാസിനെയും കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ പറഞ്ഞത്. വളരെ കർശനമായ നിലപാടിലേക്ക് ഹൈക്കോടതി ഈ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെയും ED ഈ കേസിൽ നിരവധിയായ റെയ്ഡുകൾ നടത്തി 21 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധനയിൽ കണ്ടെടുത്ത രേഖകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയുടെ ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കുന്നു. രേഖകൾ പ്രകാരം ഇതുവരെയുള്ളൊരു നിഗമനമെന്ന് പറയുന്നത് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ഇതിൽ പോറ്റിയുടെ കീഴിലായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത്. പല ഇടപാടുകാരും ഇക്കാര്യങ്ങളിലുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരടക്കം ഒത്താശ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു ഇടനില ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് ED പോവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രധാന പ്രതികളുടെ എല്ലാം തന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള പ്രാഥമിക നീക്കമടക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുള്ള നടപടികളിലേക്കും ED കടന്നിരിക്കുന്നു. വിശദമായ രേഖകളുടെ വിശദമായ പരിശോധനകളും ED തുടരുകയാണ്. ടാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.